സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. അപ്പൊ ഈ വാർത്ത ഏകദേശം എല്ലാവരും അറിഞ്ഞു എന്ന് കരുതുന്നു. നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പുന്നാര മോളെ ഒരു 10 പറഞ്ഞിട്ടില്ലെങ്കിലേ പിന്നെ എന്തിനാ അതുകൊണ്ടൊക്കെ നടക്കണേ? അപ്പോൾ ഇതൊരു ആത്മഹത്യയായിട്ട് കാണാനേ നമ്മളെയും കൊണ്ട് ആരെയും കൊണ്ടും കഴിയില്ല. കാരണം അത്രക്കും നല്ല രീതിയിലേ കുടുംബം നോക്കിയിട്ടേ ജോലിയും ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ദീപക്. ഇവളൊക്കെ സ്വന്തം ലാഭത്തിനും റീച്ചിനും വേണ്ടിയിട്ടേ തെറ്റായ രീതിയിൽ വീഡിയോ എടുത്ത് സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തി അയാളതിലേക്ക് തള്ളിവിട്ട ഇവളെ പോലുള്ള തെണ്ടികളല്ലേ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞുകൊണു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് 100% റീച്ചിന് വേണ്ടി മാത്രം ചെയ്തൊരു തെണ്ടിത്തരാണ്. ഇതിനു മുന്നേ വേറൊരു കൊണാണ്ടി വന്നിട്ട് കുറെ റീച്ച് ഉണ്ടാക്കി പോയി. അത് കണ്ടിട്ട് ഈ തെണ്ടി എന്താ ചെയ്തിക്കണേ? അതേപോലെ ചെയ്തിട്ടേ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതാക്കിക്കണേ. അല്ല എന്താ മാളെ കരുതിയേ? ഇതൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടേ അതുകൊണ്ട് പടച്ചു വിട്ട് കഴിഞ്ഞാലേ ജനങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്ന കരുതിയോ? ഇന്നനക്ക് തെറ്റി. നല്ലോണം ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. പിന്നെ ഇപ്പൊ അയാൾ അങ്ങനെ ചെയ്യാൻ കാരണേ സമൂഹത്തിൽ മാനമര്യാദയായിട്ടേ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കേ അന്നെപ്പോലുള്ളവർ ഇങ്ങനത്തെ തീട്ടക്കേസ് കൊടുത്തിട്ടേ മേത്ത് കിട്ടി കഴിഞ്ഞാലേ ചിലപ്പോൾ സഹിച്ചു എന്ന് വരൂല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അയാൾ എന്നീ ലോകത്തില്ലാത്തത്. അനക്കിപ്പോൾ എന്താ? അനക്ക് സന്തോഷമായില്ലേ? എൻ്റെ അക്കൗണ്ടും റീച്ചായി. ആ റീച്ച് കൊണ്ടുപോയിട്ടേ ഒരു കടത്തിലിട്ടിട്ടേ നല്ലോണം പുഴുങ്ങിയിട്ടേ 4 നേരം തിന്നോളി. എന്നാലെങ്കിലും നിങ്ങളെ കഴപ്പൊക്കെ ഒന്ന് മാറട്ടെ. ഓ വല്ലാത്തൊരു റീച്ചായി പോയത്. കുറേ എണ്ണം ഇറങ്ങിക്കൂണ് ഇങ്ങനെ. അല്ല നിങ്ങളെന്നെ ഒന്ന് കണ്ടോക്കി. കണ്ടില്ലേ? അപ്പൊ ആവാ ജോലിയും കഴിഞ്ഞിട്ടേ അത് അതിന്റെ വീട്ടിൽ പോവുകയാണ്. എന്നിട്ട് അത് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ ഇവള് പിന്നാലെ പോയിട്ടേ ഓളെ സാമാനം ഇങ്ങനെ മുട്ടിച്ച് നിൽക്കുക. ഇവൾക്കൊന്നും നാണമാനമല്ലേ? അതാണ് എനിക്കറിയാത്തത്. ഇപ്പോൾ ഓള് പറയണു ഓൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്ന്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ മുട്ടുവോ? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യൂല. ഇജ്ജൊരു പരനാറിയാണ്. അതുകൊണ്ടാണ് ഇജ്ജ് ചെയ്ത്. ഇതെന്റെ വീഡിയോക്കും റീച്ചിനും വേണ്ടിയിട്ടേ ഇജ്ജ് ചെയ്താന്നേ ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമാണ്. ഒരു പെണ്ണല്ലേ ഇജ്ജ്? എനിക്ക് ഇത്തിരിയും ഉൾപ്പുണ്ടോ? ലൈക്കും ഫോളോവേഴ്സേ ഇന്നല്ലെങ്കിൽ നാളെ കൂടും. പക്ഷെ ഒരാളെ ജീവല്ലേ അത് അന്യം കൊണ്ടൊന്നും തിരിച്ചു കൊടുക്കാൻ ഇനി ഒരിക്കലും സാധിക്കൂല. ഇതൊന്നല്ല ഇവൾ ആദ്യം ഈ ബസ് നിന്നിട്ട വീഡിയോ അല്ലേ. ഇത് കണ്ടിട്ടൊന്നല്ല അയാൾ ഇത് ചെയ്തത്. ഒരു വട്ടം വീഡിയോ ഇട്ടിട്ട് അയാളെ നാട്ടിച്ചു. പിന്നെ വീണ്ടും തൊലിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ന്യായീകരിച്ചിട്ട് ഒരു വീഡിയോ കൂടി ഇട്ടുക. അതും കൂടി കണ്ടപ്പോഴേ അയാളെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എടുത്ത തീരുമാനക്കരത് ഓളെ തൊലിഞ്ഞൊരു എക്സ്പ്ലനേഷൻ വീഡിയോ. അതൊന്നും കണ്ടോക്കി. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. അതെന്നെ പറഞ്ഞേ അതൊരു ആക്സിഡന്റ് അല്ല. ഇജ്ജ് കരുതി കൂട്ടി ചെയ്താണെന്നേ അരിഭക്ഷണം കഴിക്കണ എല്ലാവർക്കും അറിയാം. ഓളോളെ സാമാനം കൊണ്ടുപോയി മുട്ടിച്ചതും പോരാ എന്നിട്ടൊരു വളിഞ്ഞ ചിറി. എന്ത് കോപ്പാണ് ഇജ്ജ് കാട്ടിന്ന്? എനിക്ക് വല്ല ബോധമുണ്ടോ? ഒരു മരമോ എന്ത്? ഇതിലാണെങ്കിൽ അധികം ഒന്നും പറയാനും പറ്റൂല. അതിലാണ് ഇപ്പൊ കുടുങ്ങിക്കണത്. ഇനിയിപ്പോ എന്ത് കിട്ടിയാലും വേണ്ടില്ല, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇനി മേലാക്ക ഒരു ജീവനും കൂടി ഈ ജന്തുക്കളെ കൊണ്ട് പോകരുതേ. ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? അതെ അതെന്നെ പറഞ്ഞ് ഒരാളെ അനുവാദം ഇല്ലാതെ ആർക്കും ഒരാളെ മേത്ത് തൊടാനുള്ള അവകാശമല്ല. എന്നിട്ട് ഇപ്പൊ ഇജ്ജാണല്ലോ അയാളെ മേത്തേക്ക് ഇങ്ങനെ എന്റെ സാമാനം കൊണ്ട് മുട്ടിച്ചത്. പിന്നെ ബസ്സിലേ ഇതൊന്നല്ല തിരക്ക്. ഒരു സൂചി പോലും ഇടാൻ സ്ഥലമല്ലാതെ എത്രയോ ആൾക്കാരെ ദൈനംദിനം യാത്ര ചെയ്യണുണ്ട്. ആർക്കും നിവർത്തി ഉണ്ടായിട്ടൊന്നല്ല ഇതിലിങ്ങനെ പിടിച്ചു തൂങ്ങി നടക്കണേ. ഓരോരുത്തരെ ചുരുങ്ങിയ ശമ്പളം കൊണ്ടേ ആ മാസം മുട്ടിച്ചാനുള്ള ഓട്ടത്തിലാണ്. ഇതൊക്കെ പറഞ്ഞാൽ എനക്കെങ്ങനെ മനസ്സിലാകല്ലേ? 24 മണിക്കൂറും മൊബൈലും തൂക്കി പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എന്നിട്ട് ഈ ബസ്സിലാണെങ്കിലോ എനിക്ക് വീഡിയോ എടുക്കാനും ഇങ്ങനെ മൊബൈൽ പിടിക്കാനും എല്ലാത്തിനും സ്ഥലമുണ്ട്. അയാളാണെങ്കിലോ ഇത്രയും തിരക്കിന്റെ അടിയിലോ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അയാൾ നിൽക്കുന്നത്. എന്നിട്ട് ഇജ്ജ് എൻ്റെ മൊബൈലും പിടിച്ചിട്ടേ എൻ്റെ സാമാനം അയാളെ മേത്ത് മുട്ടിച്ചിട്ടേ എന്നിട്ട് ഇജ്ജ് ന്യായീകരിക്കണോ? ഓളെ ന്യായീകരണത്തിന്റെ ബാക്കിയും കൂടി ഒന്ന് കണ്ടോക്കാം. ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ? പക്ഷെ ഇതൊക്കെ ഉള്ളതേ അനക്കാണ്. ഒരു പെണ്ണാണെങ്കിൽ എന്തും ചെയ്യാന്നുള്ളൊരു തോന്നല്. പെണ്ണുങ്ങളൊക്കെ നമ്മൾ എന്നും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമാതിരി കാട്ടപരാധങ്ങളല്ലേ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അന്നെ പോലുള്ള കുറെ കാട്ടപരാധികൾക്ക് ഒരു തോന്നലുണ്ട് എല്ലാ തെറ്റൊരു ആണിന്റെ നെഞ്ഞത്ത് കണ്ടിട്ടേ ആരെ വേണമെങ്കിലും പെടുത്താന്ന്. ഇങ്ങനെയുള്ള എന്റെയൊക്കെ ചിന്താഗതി ഇല്ലേ അതാദ്യം മാറ്റ്. പഴയ കാലമൊന്നല്ല, ഇവിടെ ആണിനും പെണ്ണിനും ഒരേ റൈറ്റ്സ് തന്നെയാണ്. പിന്നെ നാണമാനം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് ആണിന് വേറെയും പെണ്ണിന് വേറെ ഒന്നല്ല. ഓരോ പെണ്ണിനെയും സംരക്ഷിക്കണതാണ് ആണുങ്ങൾ.
ആ ആണുങ്ങളെ തന്നെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞാലോ? പിന്നെ ആരെ നിങ്ങളെ സംരക്ഷിക്കുക? എന്തായാലും ഇപ്പോഴേ പഴയ മാരെന്നല്ല, നേരം വെളുത്തുക്കണു. എന്നിട്ട് ഈ പെണ്ണുങ്ങളെ കാർഡും വെച്ച് നടക്കുകയാണെങ്കിലേ അതിനുള്ളത് എനിക്ക് ജനങ്ങൾ തന്നെ തരും. ഈ ഇജ്ജ കലാക്കിന്റെ വീഡിയോഗ്രാഫർമാര് നാണുണ്ട് എനക്കൊക്കെ. അതില്ലാന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ ആരെങ്കിലും അവനവൻ്റെ ശരീരം കൊണ്ടുപോയിട്ട് വേറൊരാളെ മേത്ത് ഇങ്ങനെ മുട്ടിച്ചോ? പിന്നെ സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ മേലെ കരിവാരി തേക്കാനായിട്ടേ ഇവളെ പോലുള്ള ആൾക്കാർക്കൊക്കെ എവിടുന്നാണ് ഈ ധൈര്യം? ഇപ്പം എന്തായി? അയാളാണ്ട് പോയി. അയാൾ അത്രയും നല്ല വ്യക്തിയാണെന്നപ്പോൾ അറിയാൻ കഴിയണത്. അയാളെ കുറിച്ചിട്ടേ അയാളെ നാട്ടുകാരെന്നെ പറയുന്നുണ്ട്. അതൊന്നും ഉണ്ടോക്കി? ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആൾ അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപദേശമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ കൂടുതലൊന്നും പറയില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതേ ഉള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കണ്ടില്ലേ, പച്ചപ്പാവാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ തോന്നുന്നു. നമ്മുടെ സമൂഹത്തിലേ ഇങ്ങനെയും ചില ആൾക്കാരുണ്ട്. വീട്, കുടുംബം, ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സറൗണ്ടിങ്ങിൽ മാത്രം നിന്നിട്ട് ജീവിക്കുന്ന ചുരുക്കം ചില ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്കേ ഇങ്ങനെയുള്ള ഗുരുതര ആരോപണങ്ങളൊന്നും സഹിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. എന്തിനാടി ഈ മഹാഭാവം ചെയ്ത്? ഇതും കൊണ്ടൊക്കെ എനക്ക് എന്താ കിട്ടുക? ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ആർക്ക് പോയി? ആ കുട്ടിക്ക് പോയി. പിന്നെ ആ വയസ്സായ അമ്മക്കും അച്ഛനും പോയി. അല്ലാതെ എനക്ക് എന്തും ഉണ്ടാകാനാ? ഇവളെല്ലാവരും ശ്രദ്ധിച്ചോളുണ്ടു. ഇവളെ കുടുംബത്തിലൊന്നും കയറ്റരുതേ. അവിടെ കയറ്റിക്കഴിഞ്ഞാലല്ലേ ഇവൾ അവിടെയും പോയിട്ട് സഹോദരനാണോ അച്ഛനാണോ ഒന്നും നോക്കൂല. ഓളോളെ മറ്റേത് മുട്ടിച്ചിട്ടേ ഓള് പറയും എന്നെ പീഡിപ്പിച്ചു എന്ന്. അതുകൊണ്ട് എല്ലാവരും കരുതിയിരുന്നോളി. പിന്നെ ഒരു കാര്യം, ആ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ കുട്ടിൻ്റെ ജീവൻ എടുത്തു. ഒരിക്കലും ഒരു അച്ഛനും അമ്മയും സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണത്. അവരൊക്കെ ജീവനോടുക്കനെ ഉണ്ടാകുമ്പോഴല്ലേ സ്വന്തം മക്കൾ നഷ്ടമാണല്ലേ. അവർക്കൊന്നും ഒരിക്കലും പുറത്തു തരാൻ പറ്റൂല. എൻ്റെ അടുത്ത് വളരെ സന്തോഷമായിട്ടും സമാധാനത്തോടെയും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിന്റെ വെളിച്ചല്ലേ ഇജ്ജായിട്ടാണ് കെടുത്തിയപ്പോൾ എനിക്ക് സമാധാനമായില്ലേ. ഇനി ഇജ്ജക്കല്ലേ തല കുത്തനെ നിന്ന് കഴിഞ്ഞാലല്ലേ അവിടെ ഉണ്ടായ വിള്ളലേ അന്യം കൊണ്ടൊന്നും മാറ്റാൻ പറ്റൂല. എന്തായാലും പോലീസ് ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കണം. ഇനിയിപ്പോൾ കേസെടുത്തിട്ട് കോടതി കൊണ്ടുപോയി കഴിഞ്ഞാലും ഇവിടെ കുറച്ച് ദിവസം അതിൻ്റെ ഉള്ളിലിടും. എന്നിട്ട് അവിടെ പോയിട്ട് ബിരിയാണിയൊക്കെ തിന്നിട്ടേ നല്ല ചീമപ്പന്നിയായിട്ട് തിരിച്ചു വരാം. കാട്ടപരാധങ്ങള് ഇവള് മാത്രല്ല, ഇതേപോലെ കുറെ എണ്ണം ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടാനേ ഇവൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് താഴ്മയായിട്ട് ഞങ്ങൾ പറയാണ്. ഇല്ലെങ്കിലേ നാളെ ഇതേപോലത്തെ കുറെ കാട്ടപരാധങ്ങൾ വരും. അതിലൊക്കെ നഷ്ടമാണതേ ഇങ്ങനെ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന മഹാഭാവങ്ങളാക്കാരം. ഇതുവർക്ക് സ്ഥിരം പഠിപ്പായിക്കണേ. ഈ റീച്ചിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയല്. ഇവരൊക്കെ അല്ലേ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ തന്നെ പ്രതികരിക്കണം. പിന്നെ വേറൊന്നുണ്ട്, ഇവറ്റകളൊക്കെ അല്ലേ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കൂല. എന്തായാലും നിയമപരമായിട്ടേ കുറെ ആൾക്കാർ ഇതിന് മുന്നോട്ട് വന്നിക്കണു. അവർക്ക് എന്തായാലും ഒരു പിക്സലൂട്ട്. ഇതെല്ലാവർക്കും ഒരു പാടായിരിക്കണം. ഇതെന്താണ്, രാവിലെ നീച്ച് കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് വന്നിട്ടേ ഓരോരുത്തരെ നെഞ്ഞത്ത് കണ്ട് കയറുക. ഈ ബസ്സിലൊന്നല്ല, നടു റോട്ടിലും കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ വരികയാണ്. എന്തായാലും നിയമത്തിൽ നിന്നൊക്കെ ഇവർ എങ്ങനെയൊക്കെ രക്ഷപ്പെടും. ഇനിയിപ്പോൾ നിയമത്തിന്റെ പഴുതുകളിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാലേ പുന്നാര മോളെ ഇജ്ജത് ആലോചിച്ച് വെച്ചോ. ജനങ്ങളെ മനസ്സിലേ എന്നും ഈ കറണ്ടാവും. അത് ഇന്നല്ലെങ്കിൽ നാളല്ലേ ഇതിനുള്ളതൊക്കെ പലിശ സഹിതം കിട്ടിയിട്ടുണ്ടാവും. അത് ഇജ്ജ് കാത്തിരുന്നോ.